ഹായ് മകൾസ്, SLC റിസൾട്ട് ഇന്നലെ വന്നു. ആദ്യം തന്നെ എൻ്റെ മക്കൾക്ക് കൺഗ്രാജുലേഷൻസ്. നമ്മൾ പൊരുതി നേടിയ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയ ഗ്രേഡാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ആൻഡ് ഇൻ ദ മീൻ ടൈം ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ആർക്കെങ്കിലും തോന്നുകയാണ് അയ്യോ സാറേ എനിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഞാൻ പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും അത് റീവാലുവേഷൻ കൊടുക്കണം കേട്ടോ. 400 രൂപ മാത്രമേ ഉള്ളൂ. റീവാലുവേഷൻ കൊടുത്താൽ നിങ്ങളെ ഗ്രേഡ് കുറഞ്ഞൊന്നും പോലെ, ഇനി അഥവാ കുറഞ്ഞാലും നിങ്ങൾക്ക് ആദ്യമുള്ള കൂടിയ ഗ്രേഡേ അവർ പരിഗണിക്കുള്ളൂ. സോ ആ രീതിയിലൊന്നും നിന്റെ മക്കൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി ഈ സമയത്ത് കുറേ കുട്ടികൾക്കുള്ള ഒരു സംശയമായിരിക്കും, പക്ഷേ +1 സയൻസ് എടുക്കാൻ അല്ലെങ്കിൽ +1 അഡ്മിഷൻ കിട്ടാൻ എത്ര A+ വേണമെന്ന് കുറേ ആൾക്കാർ നമ്മളെ ചിലപ്പോൾ തളർത്തും. അയ്യേ എനിക്ക് 2 A+ ഉള്ളൂ, 1 A+ ഉള്ളൂ, 3 A+ഉം 4 B+ഉം അങ്ങനെയൊക്കെയാണോ മോൻ, എനിക്ക് സയൻസിൽ കിട്ടൂല, എനിക്ക് കൊമേഴ്സിൽ കിട്ടൂല, എനിക്ക് അങ്ങനെ കിട്ടൂല ഇങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറയും. അവരോടൊക്കെ പോയി പണി നോക്കാൻ വേണ്ടി പറയാം. ആദ്യം തന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കടാ, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അവിടെ 100-ൽ 99% കുട്ടികൾക്കും അത് കിട്ടും. ഒരിത്തിരി ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി. നേരെ ട്രയൽ അലോട്ട്മെന്റ് തന്നെ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടും. ക്ഷമയോടെ കാത്തിരുന്നാൽ കിട്ടും. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ ആരെങ്കിലും പറയാണ് നിങ്ങളുടെ A+ന്റെ എണ്ണം ഇത്ര ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ കിട്ടൂല എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇനി ഞാൻ പറയുന്ന വീഡിയോ മുഴുവനായിട്ട് എൻ്റെ മക്കൾ കേൾക്കുക. ആദ്യത്തെ പോയിന്റ്, എൻ്റെ മക്കൾ പറയേണ്ട ഫസ്റ്റ് കാര്യം അല്ലെങ്കിൽ എൻ്റെ മക്കൾ അറിയേണ്ട ഫസ്റ്റ് കാര്യം, +1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സോ എൻ്റെ പൊന്നുമക്കള്, ഇനി നിങ്ങൾ +1 ഏതാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ വീട്ടുകാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഫ്രണ്ട്സോ ഇവരാരുടെയും വർത്തമാനം കേട്ടിട്ട് മാത്രമാവരുത്. അണ്ടർലൈൻ ദറ്റ് വേർഡ്. അത് കേട്ട് മാത്രമാവരുത്. അവർ പറയുന്നുണ്ടെങ്കിൽ കേട്ടോ, പക്ഷെ അവസാന തീരുമാനം നിങ്ങളുടേതായിരിക്കണം. നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഫിസിക്സിനോടും കെമിസ്ട്രിയോടും മാത്സിനോടും ഒന്നും ഇഷ്ടേ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കൾ പോയിട്ട് ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് എടുക്കരുത്. നിങ്ങൾക്ക് ഹിസ്റ്ററി സോഷ്യൽ സയൻസിനോട് അറുപ്പും വെറുപ്പും കലിപ്പുമാണ്, അങ്ങനെയാണെങ്കിൽ പോയിട്ട് എന്തെടുക്കരുത്, ഹ്യൂമാനിറ്റീസോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കരുത്. സോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതാണ് എൻ്റെ മക്കൾ എടുക്കേണ്ടത്. റെഡി അല്ലേ? സോ നിങ്ങളാണ് ഏറ്റവും മെയിൻ ആൾക്കാരെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ നേരെ അടുത്ത കാര്യം പറയാം. സാറേ മെയിൻ പോയിന്റ്, എനിക്ക് എങ്ങനെയാണ് സാറേ സീറ്റ് കിട്ടുക? എടാ നിങ്ങൾക്ക് +1 ഒരു സ്കൂളിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, സയൻസിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനം നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നാമത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിന്റെ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിന്റെ ഡിമാൻഡിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ചില ആൾക്കാർ പറയും സാർ മനസ്സിലായില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ ഞാൻ എൻ്റെ നാട് തന്നെ എടുക്കാൻ വേണ്ട ഒരു സ്കൂൾ, ഒരു 3 സ്കൂളുണ്ട്. ഇതിൽ ഈ സ്കൂളാണ് ഏറ്റവും ടോപ്പ് എന്നിരിക്കുക. എന്ന് പറഞ്ഞ സ്കൂളാണ് ഏറ്റവും ടോപ്പ്. ഈ സ്കൂളാണ് ആ നാട്ടിലത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ മലപ്പുറം ജില്ലത്തെ അല്ലെങ്കിൽ ആ കോഴിക്കോട് ജില്ലത്തെ അല്ലെങ്കിൽ കൊല്ലം ജില്ലത്തെ ഏറ്റവും ടോപ്പ് സ്കൂളാണ് എന്നുള്ള സ്കൂള്. ആൻഡ് നിങ്ങൾക്കറിയാം 3 പ്രധാനമായിട്ടും സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സയൻസിനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പൊ നിങ്ങൾ ഏതോ ഈ സ്കൂളിലൊന്നും പഠിക്കാത്തൊരു കുട്ടിക്ക് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് എന്ന് പറഞ്ഞ സ്കൂളിൽ ഈ ഏറ്റവും ടോപ്പ് സ്കൂളിൽ എനിക്ക് സയൻസിന് സീറ്റ് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഏറ്റവും ടോപ്പ് സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികൾ തന്നെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ തൊട്ടടുത്ത സ്കൂളിലെ കുട്ടികളൊക്കെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾ വിചാരിച്ച ഏറ്റവും പ്രീമിയം ഇന്ന സ്കൂളിൽ ഇന്ന സബ്ജക്റ്റ് കിട്ടണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, അത്യാഗ്രഹിക്കരുത്. അത് എപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. നിങ്ങൾ വിചാരിച്ച കോഴ്സ് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അത് ചിലപ്പം നിങ്ങൾ വിചാരിച്ചൊരു സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ അതിന് തൊട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ നിങ്ങളെ പഞ്ചായത്തിലോ നിങ്ങൾ അപ്പുറത്തുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബസ് കയറി പോകേണ്ടി വരും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂളിൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. സോ ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടികളും ആദ്യം തന്നെ മനസ്സിൽ സെറ്റ് ചെയ്യണം, എനിക്ക് ഇന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി, അല്ലാതെ ഇന്ന് സ്കൂളിൽ പഠിക്കണം എന്ന് എൻ്റെ മക്കൾ വാശി പിടിക്കരുത്. എന്തിനാടാ, മാറി പഠിക്കട്ടെ. നിങ്ങൾ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്ന് മാത്രമാണ് എൻ്റെ മക്കൾ മനസ്സിൽ വെക്കേണ്ടത്. റെഡി അല്ലേ? സോ ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ A+നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചില ആൾക്കാർ ചോദിക്കും, സർ ഈ +1 അഡ്മിഷൻ കിട്ടാൻ ഫുൾ A+ ഉണ്ടായാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും എനിക്ക് 9 A+ ആണ് എനിക്ക് സയൻസിന് കിട്ടുമോ? കിട്ടും. എനിക്ക് 8 A+ ആണ് സയൻസിന് കിട്ടുമോ? കിട്ടും. നിങ്ങൾക്ക് എത്ര A+ ആണെങ്കിലും സയൻസിന് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അപ്പുറത്തുള്ള പഞ്ചായത്തിലോ ഇപ്പുറത്തുള്ള പഞ്ചായത്തിലോ ആയിരിക്കും. അതിന് ഏകജാലകം എന്നൊരു രീതിയാണുള്ളത്. ഇനി ഏതൊക്കെ കാര്യങ്ങൾ ആശ്രയിക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ പഠിച്ച സ്കൂൾ തന്നെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ശതമാനം കൂടുതൽ കിട്ടും. അതിനാണ് നമ്മൾ ബോണസ് പോയിന്റ് എന്ന് വിളിക്കുക. ഒരു 10 മാർക്ക് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ആയിട്ട് കിട്ടും. അത് ഏതൊക്കെ രീതിയിലാണ് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അതേ സ്കൂൾ, നിങ്ങൾ പഠിച്ച അതേ സ്കൂളിലാണ് നിങ്ങൾ +1 അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് എക്സ്ട്രാ കിട്ടും, 2 ബോണസ് പോയിന്റ് കിട്ടും. നിങ്ങൾ അതേ ലോക്കൽ ബോഡി, എന്താ അതേ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ അതേ പഞ്ചായത്ത് അല്ലെങ്കിൽ അതേ താലൂക്ക്, അതേ മുനിസിപ്പാലിറ്റി, അതേ കോർപ്പറേഷൻ, നിങ്ങളുടെ അതേ കോർപ്പറേഷനിലൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് ഏറെ കിട്ടും. സെയിം താലൂക്ക് ആണെങ്കിൽ 1 മുതൽ 2 മാർക്ക് വരെ കിട്ടും. നീ SLC സ്റ്റുഡന്റ് CBSE കുട്ടികൾക്കാണെങ്കിൽ ഈ 3 മാർക്ക് കിട്ടൂല. നിങ്ങൾ നോർമൽ SLC സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ
ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് എക്സ്ട്രാ കിട്ടും. ഇതെല്ലാവർക്കും കിട്ടുന്നതാണ്. ഈ ഒരു ഗ്രേഡ് കൊണ്ടാണ് CBSE-കാരേക്കാൾ കുറച്ചുകൂടി കൂടുതൽ +1 സയൻസിന് അഡ്മിഷൻ ആർക്ക് കിട്ടുന്നത്? നോർമൽ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്നത്. പിന്നെ നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സിലോ NCC-ലോ സ്കൗട്ട്സിലോ അല്ലെങ്കിൽ SPC-ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ഇതിലേതെങ്കിലും ഒരു ഗ്രേഡ് കിട്ടും. ഇതിലേതെങ്കിലും ഒന്നിന് മാത്രമാണ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് പട്ടാളക്കാരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും, 3 പോയിന്റ് കിട്ടും. പിന്നെടാ എക്സ് സർവീസ്മാൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ 3 മാർക്ക് കിട്ടും. പിന്നെ മനസ്സിലാക്കുക, ഡ്യൂട്ടിയിലിരിക്കെ മരണപ്പെട്ട ആൾക്കാരുടെ അല്ലെങ്കിൽ ജവാന്മാരുടെ മക്കളാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. സോ ഇങ്ങനെയുള്ള ബോണസ് പോയിന്റ് കൂടി നിങ്ങൾ അതിനെ സ്വാധീനിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, ഇനി ഇതൊക്കെ നോക്കിയിട്ട് സാറേ ഇനി എങ്ങനെയാണ് +1 അഡ്മിഷൻ കിട്ടുക എന്ന് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടോ? ഇല്ല. ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ മക്കൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ ഇതിവൃത്തം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, പക്ഷെ കുറച്ച് കാത്തിരിക്കണം. സെയിം സ്കൂൾ നിങ്ങൾ വിചാരിച്ച സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടും, അത് അതേ സ്കൂളിൽ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ അപ്പുറത്തോ ഇപ്പുറത്തോ സ്കൂളിലായിരിക്കും. ചിലപ്പോൾ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടും, ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടും, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് എന്തായാലും കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇനി ചില ആൾക്കാർ പറയും സാർ എനിക്കിപ്പം ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും ബയോളജിയിലും ഒക്കെ A+ ഉണ്ട് സാറേ, എനിക്ക് ഇംഗ്ലീഷിലാണ് A+ പോയത്, അല്ലെങ്കിൽ ലാംഗ്വേജിലാണ് A+ പോയത്, അല്ലെങ്കിൽ IT എന്നാണ് സാറേ A+ പോയത്, അപ്പം എനിക്ക് സയൻസിൽ A+ കിട്ടുമോ? കിട്ടും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ WGP എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പൊ സയൻസ് ആണെങ്കിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും ബയോളജിയിലെയും ഗ്രേഡ് നോക്കും. ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ കാണുന്നുണ്ടെങ്കിൽ മാത്സിലെ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസിലെ നിങ്ങളെ ഗ്രേഡ് നോക്കും. സോ അതിൽ നിങ്ങൾക്ക് ഗ്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിങ്ങളുടെ A+ പോയിട്ടുണ്ട് ണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ബാധിക്കുകയില്ല. അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെ പറ്റി വെറീഡ് ആവേണ്ട ആവശ്യമില്ല, വേജാറാവേണ്ട കോയ എന്ന് ചുരുക്കി പറഞ്ഞാൽ അർത്ഥം. ഇനി വേറെ ഒന്നുണ്ട്. അടുത്തൊന്നാണ് സാറേ സീറ്റ് റിസർവേഷൻ. ഇപ്പൊ ചിലപ്പോൾ നോക്കിയോണ്ട് നിങ്ങളെ സ്കൂളിൽ +1 സയൻസിന് ചിലപ്പോൾ നിങ്ങളൊരു പ്രത്യേക കമ്മ്യൂണിറ്റി വിഭാഗം, നിങ്ങൾക്കറിയാം കുറെ കമ്മ്യൂണിറ്റികളുണ്ട്, കുറെ വിഭാഗങ്ങളുണ്ട്. ഓരോ സ്കൂളുകളിലും ചിലപ്പോൾ ഓരോ കമ്മ്യൂണിറ്റികൾക്ക് ഇത്ര സീറ്റ് എന്നുണ്ടാവും. ഇപ്പൊ ഞാൻ വെറുതെ പറയാം, എൻ്റെ നാട് പുത്തൂർ പള്ളിക്കൽ എന്നാണ്. പുത്തൂർ പള്ളിക്കൽ ഒരു സ്കൂളുണ്ട്. ഈ പുത്തൂർ പള്ളിക്കൽ സ്കൂളിൽ ചിലപ്പോൾ അവർ പറയും ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു 20 സീറ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്കൂളിൽ വേറെ ഫുൾ A+ ആരൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഒരു A+ ഉള്ളൂ, നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടും. സോ എന്റെ മക്കൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള സീറ്റുകളൊക്കെ ഉണ്ട്. സോ ഒരു പേടി വേണ്ട, അതിനൊക്കെ കേരള സർക്കാരിന്റെ ഒരു ഏകജാലകം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുക, അടുത്ത കൊല്ലം നന്നായിട്ട് പഠിക്കും എന്നുള്ളൊരു വിശ്വാസം മാത്രം എന്റെ മക്കൾക്ക് ഉണ്ടായാൽ മതി. ആൻഡ് പിന്നെ ഒരു കാരണം ഉണ്ട്, അതാണ് നമ്മൾ സ്പോർട്സ് കോട്ട. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ബോക്സിംഗിൽ ഉണ്ടാവും, ചില ആൾക്കാർ ഓരോ പരിപാടിയിലൊക്കെ മത്സരിച്ച് സ്റ്റേറ്റ് വൈസോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈഡ് ഒക്കെ എത്തിയ ആൾക്കാരുണ്ടാവും. സോ അതിനൊക്കെ എന്തുണ്ടാ കോട്ട ഉണ്ട്, അതിനൊക്കെ സീറ്റ് ഉണ്ട്. സോ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. സോ എന്റെ മക്കളോട് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളടാ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എഴുതിയ ആദ്യത്തെ ഒരു ബോർഡ് എക്സാം ആണ്, അതൊരു മെയിൻ ബോർഡ് എക്സാം ആണ്, SLC പബ്ലിക് എക്സാം. ആ അർത്ഥത്തിൽ ഇതിനെ കണ്ടാൽ മതി, നിങ്ങൾക്ക് എന്തായാലും സീറ്റ് കിട്ടും. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ മക്കളോട് പറയാം, നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ആൻഡ് പ്ലീസ് റിമെമ്പർ, നിങ്ങൾക്ക് സീറ്റ് കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ക്ഷമ വേണം. നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക. നിങ്ങളെ സ്കൂളിൽ അതല്ലെങ്കിൽ അതേ സ്കൂളിൽ നിങ്ങൾ വിചാരിച്ച ഒരു പർട്ടിക്കുലർ സ്കൂളിൽ അവിടെ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കാതിരുന്നാൽ മാത്രം മതി. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി, നിങ്ങൾക്ക് സയൻസ് ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്താ ചെയ്യുക, ആദ്യത്തെ ഓപ്ഷൻ ഈ ഒരു അഡ്മിഷൻ ഫോം വരാണ്ട്, അതൊക്കെ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ ഈ ചാനലിൽ പറയും. എജുപോർട്ടിന്റെ +1 സയൻസ് അല്ലെങ്കിൽ +1 ചാനൽ എന്ന് പറഞ്ഞാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇനി ചില ആൾക്കാർക്ക് ഇപ്പോൾ തോന്നുന്നു സാർ എനിക്ക് സയൻസ് ആണ് വേണ്ടത്, അപ്പൊ ഞാൻ അഡ്മിഷൻ ഫോം കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു ഓപ്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയണേ, ഒരു വെറുതെ കൊട്ടുകര സ്കൂളിൽ സയൻസിന് കൊടുത്തു, ഇനി രണ്ടാമത് കൊട്ടുകര സ്കൂളിൽ കൊമേഴ്സിന് കൊടുത്തു. അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്കൂളല്ല വേണ്ടത്, സബ്ജക്റ്റ് ആണ്. സോ നിങ്ങൾ ആദ്യം സയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൊട്ടുകര സ്കൂൾ സയൻസ്, ഇനി അപ്പുറത്ത് വേറെ നിങ്ങൾ സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂൾ സയൻസ്, EMEA സയൻസ്, പുത്തൂർ പള്ളിക്കൽ സ്കൂൾ സയൻസ്. അങ്ങനെ ആദ്യം നിങ്ങൾക്ക് സയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫുള്ളും സയൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യണം അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരും. സോ ഗൈസ്, കൺസോൾട്ടേറ്റിംഗ് ഞാൻ ചുരുക്കി പറയാണ്, എല്ലാവർക്കും വിചാരിച്ച സബ്ജക്റ്റ് കിട്ടും. ക്ഷമയോടെ കാത്തിരുന്നാൽ മതി. ദയവ് ചെയ്ത് ഇന്ന് സ്കൂളിൽ തന്നെ കിട്ടണം എന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് കിട്ടും. എവിടെ പോവുകയാണെങ്കിലും +1 +2 നേരത്തെ പഠിച്ചു തുടങ്ങുക. അതിന് എജുപോർട്ട് നിങ്ങളെ കൂടെ ഉണ്ട്. അതിനൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് 10ാം ക്ലാസ് കിട്ടിയ മാർക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പും എജുപോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ കമന്റ് ബോക്സിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, ആ ഫോം എല്ലാവരും ഫില്ല് ചെയ്യട്ടോ. കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമ്മൾ ഈ ചാനലിൽ പറയും. സോ ഗൈസ്, സീ യു ലേറ്റർ, ബൈ.